ശകുനിയുടെ കള്ളച്ചൂതിൽ യുധിഷ്ഠിരനെ തോൽപ്പിച്ച് പാണ്ഡവരുടെ രാജ്യമെല്ലാം കൗരവർ കൈയടക്കുന്നു. അതിനുശേഷം പാണ്ഡവർ വനവാസത്തിലേക്ക് പോകുന്നു. വനവാസകാലത്ത് പല വിശേഷ സംഭവങ്ങളും ഉണ്ടായി. പല വിപത്തുക്കളും ഉണ്ടായി. വിശിഷ്ടരായ പല മഹർഷിമാരും അവരെ വന്ന് കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ ശ്രീകൃഷ്ണനും അവരെ സന്ദർശിച്ചു. വ്യാസന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ തപസ്സു ചെയ്ത് പല ദിവ്യാസ്ത്രങ്ങളും സ്വന്തമാക്കി. ഒരിക്കൽ വനവാസം നടത്തുന്ന പാണ്ഡവരെ തങ്ങളുടെ പ്രതാപം കാണിക്കുവാൻ വേണ്ടി ദുര്യോധനനും കൂട്ടരും ദ്വൈതവനത്തിൽ എത്തി. എന്നാൽ അവിടെ എത്തിയ ഗന്ധർവന്മാർ അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കൗരവരെ തടവുകാരാക്കി. ഭീമൻ ഇതുകേട്ട് വളരെയധികം സന്തോഷിച്ചെങ്കിലും യുധിഷ്ഠിരൻ അർജുനനോട് കൗരവരെ രക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്തു തന്നെ ആയാലും കൗരവർ തങ്ങളുടെ സഹോദരങ്ങളാണെന്ന ചിന്തയുണ്ടായിരുന്നു അവർക്ക്. ഭീമാർജുനന്മാർ ഗന്ധർവന്മാരോട് ഏറ്റുമുട്ടുന്നു. ദുര്യോധനനെയും കൂട്ടരെയും മോചിപ്പിച്ചു. വാസ്തവത്തിൽ ചിത്രസേനൻ എന്ന ഗന്ധർവൻ അർജുനന്റെ ഒരു സുഹൃത്തായിരുന്നു. ദുര്യോധനനെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ദുര്യോധനനുണ്ടോ പഠിക്കുന്നു? കൂടുതൽ വിരോധം പാണ്ഡവരോട് ഉണ്ടായതേയുള്ളൂ. വനവാസം കഴിഞ്ഞ് ഇനി അജ്ഞാതവാസമാണ്. 12 വർഷക്കാലത്തെ വനവാസം അവസാനിപ്പിച്ച പാണ്ഡവർ വിരാട രാജധാനിയിൽ അജ്ഞാതവാസം നയിക്കാൻ തീരുമാനിച്ചു. യുധിഷ്ഠിരൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ കങ്കൻ എന്ന പേരിൽ വിരാട രാജാവിന്റെ സദസ്യനായി. പഞ്ചപാണ്ഡവന്മാരെല്ലാവരും വേഷം മാറിയിട്ട് താമസിക്കുകയാണ്. ഭീമൻ പാണ്ഡവ രാജധാനിയിലെ പാചകക്കാരനായിരുന്ന വലലനായി, അർജുനൻ ബൃഹന്തള എന്ന പേരുള്ള ഷണ്ഡനായി വിരാട രാജധാനിയിലെ സ്ത്രീകളെ നൃത്തവും പാട്ടും അഭ്യസിപ്പിച്ചു. നകുലൻ ഗ്രന്ഥികൻ എന്ന പേരിൽ കുതിരക്കാരനായും, സഹദേവൻ തന്ത്രപാലൻ എന്ന പേര് സ്വീകരിച്ച് ഗോപാലകനായും വിരാട രാജധാനിയിൽ കഴിഞ്ഞു. പാഞ്ചാലി വിരാട രാജ്ഞിയുടെ സൈരന്ധ്രിയായി. അജ്ഞാതവാസകാലവും സംഭവ ബഹുലമായിരുന്നു. ഒരിക്കൽ ജീമൂതൻ എന്നൊരു മല്ലൻ വിരാട രാജധാനിയിലെത്തി. അവിടെയുള്ളവരെയൊക്കെ ദ്വന്ദ്വയുദ്ധത്തിൽ തോൽപ്പിച്ചു. വിരാട രാജാവിന്റെ കൽപ്പന പ്രകാരം വലലനായി കഴിഞ്ഞിരുന്ന ഭീമൻ ജീമൂതനുമായി ഏറ്റുമുട്ടി അയാളെ കൊന്നു. വിരാട രാജാവിന്റെ ഭാര്യാ സഹോദരൻ കീചകൻ എന്ന ദുഷ്ടന് സൈരന്ധ്രിയിൽ മോഹമുദിച്ചു. യഥാർത്ഥത്തിൽ സൈരന്ധ്രി പാഞ്ചാലിയായിരുന്നു. നിരന്തരം ശല്യപ്പെടുത്താൻ തുടങ്ങി. പാഞ്ചാലി വിവരം ഭീമനെ അറിയിച്ചു. ഭീമന്റെ നിർദ്ദേശപ്രകാരം പാഞ്ചാലി കീചകനെ ഒരു രഹസ്യ സ്ഥലത്തേക്ക് ക്ഷണിച്ചു. അവിടെ വച്ച് ഭീമൻ കീചകനെ കൊല്ലുന്നു. തന്റെ 5 ഗന്ധർവ ഭർത്താക്കന്മാരിൽ ഒരാളാണ് കീചകനെ കൊന്നതെന്ന് സൈരന്ധ്രി പ്രചരിപ്പിച്ചു. കീചകന്റെ മരണത്തോടെ ദുർബലമായി തീർന്ന വിരാട രാജ്യത്തെ ആക്രമിക്കുവാൻ ത്രിഗർത്ത രാജാവായ സുശർമാവ് പദ്ധതിയിട്ടു. അയാൾ ദുര്യോധനനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. കീചകനെ കൊല്ലാൻ ഭീമനു മാത്രമേ കഴിയൂ എന്ന് അറിയാവുന്ന ദുര്യോധനനും ഇതൊരവസരമായി കരുതി. അങ്ങനെ കൗരവർ വിരാട രാജ്യത്തേക്ക് വരികയാണ്. പാണ്ഡവർ വിരാട രാജധാനിയിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ. എന്നാൽ അവർക്ക് വീണ്ടും 12 വർഷം വനവാസവും കൊടുക്കാം. വിരാട രാജ്യത്തെ യുദ്ധം. പാണ്ഡവരുടെ അജ്ഞാതവാസം അവസാനിച്ച ദിവസമായിരുന്നു സുശർമാവ് വിരാട രാജ്യം ആക്രമിച്ചത്. അർജുനനൊഴികെയുള്ള പാണ്ഡവരും വിരാട രാജാവിനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തു. സുശർമാവ് വിരാടനെ പരാജയപ്പെടുത്തി. കങ്കന്റെ നിർദ്ദേശമനുസരിച്ച് വലലൻ സുശർമാവിനോട് ഏറ്റുമുട്ടി അയാളെ തോൽപ്പിച്ചു. അവർ അന്ന് അവിടെ വിശ്രമിച്ചു.
അടുത്ത ദിവസം കൗരവന്മാർ രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ആക്രമണം ആരംഭിച്ചു. പശുക്കളെ അപഹരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ സമയം വിരാട രാജധാനിയിൽ വിരാടപുത്രനായ ഉത്തരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഒരു സാരഥി ഉണ്ടായിരുന്നെങ്കിൽ അർജുനനെ പോലെ ഒറ്റയ്ക്ക് താൻ കൗരവ സൈന്യത്തോട് ഏറ്റുമുട്ടുമായിരുന്നു എന്ന് ഉത്തരൻ വീമ്പിളക്കി. ബൃഹന്തള നല്ല തേരാളിയാണെന്ന് സൈരന്ധ്രി അറിയിച്ചു. എന്നാൽ ബൃഹന്തള അർജുനനാണെന്ന് അറിയില്ലായിരുന്നു ഉത്തരന്. പിന്നെ മറ്റു നിവൃത്തിയൊന്നുമില്ല. ബൃഹന്തളയെ തേരാളിയാക്കി ഉത്തരൻ യുദ്ധക്കളത്തേക്ക് തിരിച്ചു. രഥത്തിന്റെ വേഗം കൊണ്ടുതന്നെ ഉത്തരൻ പരിഭ്രമിച്ചു. ഭീഷ്മരും ദ്രോണരും കർണനുമൊക്കെയുള്ള കൗരവ സൈന്യത്തെ കണ്ട് ഭയന്ന ഉത്തരൻ തേരിൽ നിന്നിറങ്ങി പിന്തിരിഞ്ഞോടി. ബൃഹന്തള പിന്നാലെ ചെന്ന് ഉത്തരനെ പിടിച്ചുകൊണ്ടുവന്നു. താൻ ആരാണ് എന്ന സത്യം അർജുനൻ ഉത്തരനോട് പറഞ്ഞു. ഉത്തരൻ തേരാളിയായി. അർജുനൻ തന്റെ ആയുധങ്ങളുമെടുത്ത് യുദ്ധത്തിനു തയ്യാറായി. കൗരവ സൈന്യത്തെ ഒറ്റയ്ക്ക് നേരിടാൻ വരുന്നത് അർജുനൻ തന്നെയല്ലേ എന്ന് എല്ലാവരും സംശയിച്ചു. ദുര്യോധനന് ഇതിൽ പരം സന്തോഷമില്ല. എന്നാൽ പിന്നെ യുദ്ധം വേണ്ട, അജ്ഞാതവാസ കാലത്തു കണ്ടുപിടിച്ചു എന്നതുകൊണ്ട് പാണ്ഡവർക്ക് വീണ്ടും വനവാസം. അജ്ഞാതവാസക്കാലം അവസാനിച്ചു എന്ന് ഭീഷ്മർ അയാളെ ഓർമ്മിപ്പിച്ചു. ദുര്യോധനൻ മോഷ്ടിച്ച പശുക്കളുമായി ഹസ്തിനപുരത്തേക്ക് തിരിക്കുകയാണ്. അർജുനൻ കൗരവസേനയെ അടുത്തു കണ്ടു. ദുര്യോധനൻ അക്കൂട്ടത്തിലില്ല. ദുര്യോധനൻ പോയ വഴിയെ രഥം പായിക്കാൻ ഉത്തരനോട് പറഞ്ഞു. കൗരവ സൈന്യം ഒന്നായി ചെന്നു തടഞ്ഞു. എന്നാൽ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് അർജുനൻ എല്ലാവരെയും പരാജയപ്പെടുത്തി. കൗരവസേനയെ തോൽപ്പിച്ച് അവർ മടങ്ങുമ്പോൾ യുദ്ധം ജയിച്ചത് ഉത്തരൻ തന്നെയാണെന്ന് എല്ലാവരോടും പറയണമെന്ന് അർജുനൻ പറഞ്ഞു. അത് വിഷമമാണെന്നും എന്നാലും അർജുനൻ അനുവാദം നൽകുന്നതുവരെ രഹസ്യം സൂക്ഷിക്കാമെന്നും ഉത്തരൻ വാക്കുകൊടുത്തു. കൗരവസേനയെ തോൽപ്പിച്ച് തൻ്റെ പുത്രൻ വരുന്നതറിഞ്ഞ് വിരാട രാജാവിനുണ്ടായ അത്ഭുതത്തിനും സന്തോഷത്തിനും അതിരുണ്ടായിരുന്നില്ല. ബൃഹന്തളയെ തേരാളിയാക്കിയതുകൊണ്ടാണ് ഇത് സാധിച്ചതെന്ന് കങ്കൻ പറഞ്ഞു. ഇതു പലതവണ ആവർത്തിച്ചപ്പോൾ രാജാവിന് കോപം വന്നു. തൻ്റെ മുമ്പിലിരുന്ന ചതുരംഗ കരു എടുത്ത് കങ്കനെ എറിഞ്ഞു. കങ്കൻ യഥാർത്ഥത്തിൽ ധർമ്മപുത്രരായിരുന്നു. ഏറുകൊണ്ട് ധർമ്മപുത്രരുടെ മൂക്കിൽ നിന്ന് രക്തമൊഴുകി. അത് നിലത്തു വീഴാതെ സൈരന്ധ്രിയായ പാഞ്ചാലി സ്വർണപാത്രത്തിൽ ഏറ്റുവാങ്ങി. ഉത്തരൻ വിജയാഘോഷത്തോടെ രാജധാനിയിൽ പ്രവേശിച്ചു. യുധിഷ്ഠിരന്റെ ഇരിപ്പും സൈരന്ധ്രിയുടെ ശുശ്രൂഷയും കണ്ട് ഉത്തരൻ അമ്പരന്നു. നടന്നതെല്ലാം രാജാവ് ഉത്തരനോട് പറഞ്ഞു. ഏറെ താമസിയാതെ സത്യമെല്ലാം വെളിപ്പെട്ടു. എങ്ങനെയാണ് പ്രത്യുപകാരം ചെയ്യേണ്ടത് എന്ന ചിന്തയിലായി വിരാട രാജാവ്. തൻ്റെ മകൾ ഉത്തരയെ അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാൻ വിരാടൻ തീരുമാനിച്ചു. തൻ്റെ ശിഷ്യയായി കഴിഞ്ഞിരുന്ന ഉത്തരയെ ഭാര്യയായി സ്വീകരിക്കാൻ അർജുനൻ തയ്യാറായില്ല. പകരം മകന്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാക്കു നൽകി. അങ്ങനെ ഉത്തര അഭിമന്യുവിൻ്റെ ഭാര്യയായി.